കോഴി പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പൊരിച്ച് മമ്മൽച്ചതയിലേക്ക് ഇടുന്നുണ്ട് സാധനം. അങ്ങനെ മമ്മൽച്ചാൻ്റെ സ്പെഷ്യൽ ബിരിയാണി ആക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇപ്പം വിചാരിക്കുന്നുണ്ടോ വീട്ടിങ്ങനത്തെ നാട് വിട്ട് പോലെ അല്ല പുരയിലും പൂട്ടിയിട്ട് എല്ലാ സാധനങ്ങളും എടുത്തിട്ട് ഇസാക്കും മമ്മൽച്ചാലും കൂടി ഒരു ഭാഗത്ത് ഫുഡ് റെഡിയാക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇസ്മായിൽ ചെയ്ത റെഡിയായ ഫുഡുമായി വരികയാണ് ഗായ്സ്. നല്ല ബിരിയാണി ദമ്മിട്ടിട്ടുണ്ടല്ലോ. എവിടെ കൊണ്ടുവന്ന അറിയാം ഇസു ബ്രോ, എന്തെന്ന് ബാക്കി കഥയെല്ലാം പറഞ്ഞോടേ. എന്നോട് ഇസ്മായിൽ ചോറിനത് ഒരുപാട് വെള്ളാട് വെച്ചിട്ടുണ്ട്. അതെല്ലാം കയറ്റി ഡിക്കിയിൽ ഫുള്ള് സാധനം ഉള്ളിൽ ലോഡാക്കി വെക്കുമെന്ന് പറഞ്ഞത്. നമ്മളെ പുള്ളെല്ലാം റെഡിയായി, ബോക്സ് റെഡിയായി, ഫുഡ് റെഡിയായി, തലങ്ങാണി എന്താ പറയുക പാത്രവും കുഞ്ഞാണോ എല്ലാം പോരെ അങ്ങനെ വണ്ടിയിലേക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് വെൽക്കം ടു ലുബായ് കേൽ 14 വ്ളോഗ്സ്. അപ്പോൾ വീഡിയോ അതേ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വേറെ ഇടിയല്ല, നമ്മളെ വെക്കേഷൻ നമ്മൾ പിള്ളേർ പറഞ്ഞ് നമുക്കൊന്ന് സ്കൂൾ കൂട്ടിയോണ്ട് എല്ലാത്തിനും കൂടി മാടായി പറപ്പിട്ട് അവിടെ നല്ല പൊളപ്പം ബിരിയാണി വെച്ച് വിളമ്പല് വേറെ ഒന്നും നോക്കുന്നില്ല. ചില്ലാക്കാന്ന് വിചാരിച്ചു കുറേ ആയില്ല, ഒന്ന് പുറത്ത് പോയിട്ട് ഒന്ന് ചില്ലാക്കിയിട്ട് ഫാമിലി ആയിട്ട്. അപ്പൊ ഗൈസ് നോക്കണം, നേരെ ഇവിടെ മാടായി പറത്തിയിരിക്കുന്നു ഗൈസ്. ഞാനില്ല പോയി എന്താ ഈ ബൈക്കിൽ ഫാമിലി ആയിട്ട് ഫുള്ള് ഷോക്കത്തിനെ ഫുള്ള് ലോഡാക്കിട്ട് എന്നാക്കി ഇന്നോയില് കയറ്റി ചവിട്ടി വിട്ടത്. അതിന്റെ ബാക്കിൽ ഒരാളും കൂടി വരുന്നുണ്ട് ലൈറ്റ് ഇട്ടിട്ട്. ഇസ്മായിൽ ചെത്തിയിരിക്കുന്നു. 3 ബൈക്ക് ഒരു ഇന്നോവ ആക്കിട്ട് ഫുൾ ഫാമിലി ആയിട്ട് അമ്മ ഇറങ്ങിയിട്ടുള്ള മോനെ മാടായി പറമ്പ ഫുൾ അടിച്ച് പൊളിക്കാനോ. നമ്മള് മാടായിപ്പറമ്പ് ഒരു 5 മണി കേട്ടാ. എത്തിക്കഴിഞ്ഞപാട് കുറച്ച് ലേറ്റ് പോകുന്നതിന് മുമ്പ് ഒരു ചടങ്ങുണ്ട്. ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഇല്ല. അപ്പോഴത്തേക്ക് ഉമ്മയുടെ കടന്ന് ഉറങ്ങലായി. ഫാമിലി ആയിട്ടെല്ലാം ഫുള്ള് ഫോട്ടോ പരിപാടിയെല്ലാം എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സാധനം ഇറക്കൽ പരിപാടിയാണ്. അൺലോഡിങ് നടക്കുന്നുണ്ട്. അതിന് പിള്ളേരെ ഫുള്ള് ഫുഡ് സ്നാക്സ് കാര്യങ്ങളെല്ലാം കൂടിയിട്ട് ഇറക്കിയിട്ട് നമ്മളെ മജ്‌ലിസ് റെഡി ആക്കിയിട്ടുണ്ട് ലുബായ്. അതന്നെ മരുവാകുമ്പോഴത്തേക്കെല്ലാം പിരിച്ചൊന്ന് സെറ്റ് ആക്കണ്ടേ. അതുകൊണ്ടെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താക്കാം, ഇനിയിപ്പോ ഏകദേശം ബാങ്ക് കൊടുക്കാനായില്ലേ. ഇപ്പൊ ബാങ്ക് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നാ പിന്നെ ഏകദേശം മരു സ്കെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ അങ്ങനെ നമ്മളെ നിസ്കാരമെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം പിള്ളേരെ ചെറിയ കലാപരിപാടികളെല്ലാം നടത്തിയാലാ. പാലാപ്പള്ളി ഗൈസ് അങ്ങനെ പിള്ളേരെ കളിയെല്ലാം കഴിഞ്ഞാൽ ബെല്ലാള കളി ഇസാക്കിന് സാലാനെല്ലാം ഇളക്കി വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവരുടെ കളി തന്നെ പാട്ടിടങ്ങില്ല. എന്താ വെച്ചാൽ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. തൽക്കാലം ഡാൻസ് കണ്ട് സമാധാനിച്ചോട്ടാ, വേറെ വഴിയൊന്നുമില്ല. എന്നാ പിന്നെ ഇനി നമ്മളെ വിളയാട്ടം തന്നെ അല്ലേ. അതിന്റെ ഇടയിൽ ഇല്ലുബായിന്റെ മാരക സ്റ്റെപ്പും ഒന്നും പറയണ്ട. സേലാന്റതും ഇസ്രാന്റതും ഇല്ലുബായിന്റെ മരണ സ്റ്റെപ്പും മരണപാട്ടും. ഇതാണ് മറ്റേ തെരുവ് സർക്കസാറിലും വന്നിട്ടുണ്ട്. തൽക്കാലം കെട്ടിയിട്ട് അവരുടെ ഡാൻസ് കണ്ടോട്ടാ. മരണക്കളി ഫുള്ള് മരണ സ്റ്റെപ്പിലിട്ടാ. മുൻഷിയിൽ കോയിനെ കൊണ്ടുവന്ന ചങ്ങായില്ലേ, വന്നിട്ടുണ്ട്. സ്പീക്കർ ഒന്നിനൊരു കുറവ് വെച്ചിട്ടില്ല ബൈ, ഫുള്ള് മാരക സ്റ്റെപ്പാ ഉണ്ടായിന്. സ്റ്റാർട്ടിങ്ങിൽ ഇസു ബ്രോ പറഞ്ഞ സംഭവം ഇതാണ് കട്ടക്കാര്യമായ എന്ത് സാധനം കാര്യത്തിൽ കട്ടക്കാര്യമായ നല്ല കുക്കടാച്ചി മമ്മൽച്ചാന്റെ ദമ്മ് ബിരിയാണി. ഡെക്കറേഷൻ ഒരു കുറവ് വരുത്തിട്ടാ. അതന്നെ മാടായിപ്പാറയിൽ ബിരിയാണി വിളമ്പിയറുണ്ടോ ഗൈസ്? ഫാമിലി ആയിട്ട് ഫുള്ള് വെക്കേഷനിൽ ഇതുപോലെ ഹോം മെയ്ഡ് ഫുഡ് പുരക്കുന്നാക്കിട്ട് ഫുള്ള് ചില്ല് വൈബാക്കിയ ഫാമിലീസ് ഉണ്ടെങ്കിൽ ഈ കമന്റ് ബോക്സിൽ എന്തായാലും എന്തായാലും പിള്ളേരിലാകെ തളന്ന് ഡാൻസും കളിച്ച് പാട്ടെല്ലാം പാടിയിട്ട് അവിടെ നമ്മളെന്താക്കി ഓരോ ബിരിയാണി നല്ല ടൈപ്പിൽ അങ്ങോട്ടേക്ക് മസാല വേറെ റൈസ് വേറെ എന്നെല്ലാം പറഞ്ഞിട്ട് മമ്മൾച്ചാൻ എന്താക്കി
ഓരോ പീസ് ഇട്ടിട്ട് പിള്ളേരേതായ രീതിയിലിട്ട് വളമ്പിയിട്ട് കൊടുക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ അവസാനത്തെ ലക്ഷ്യം തന്നെയാണ് ഫുഡ് ഇവിടെയാണ് ലാസ്റ്റ് അമ്മത്തല്. നമ്മൾ ഏകദേശം ടയർഡായി, എല്ലാവർക്കും നല്ല വിശപ്പോന്ന്. ഏകദേശം ഒരു 8-9 മണിയാണ് കേട്ടോ. 9 മണി ആരും ഉണ്ടായിട്ടാന്ന് തോന്നുന്നു. ഏകദേശം നമ്മളതാ ഫാമിലീസിന് ഫുള്ളി ഇരുന്നിട്ടുണ്ട്, പിള്ളേഴ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നോക്കണ്ടേലും വെച്ച് കീറിയാലും നല്ലല്ലേ. നല്ല ബിരിയാണി. അപ്പൊ എന്നാ പിന്നെ എല്ലാവരും എന്നാ ഫുഡ് കഴിക്കാം. ഓക്കെ. അതിന്റെ കൂടെ നമ്മൾ നല്ല നാടൻ തൈരും നാടൻ അച്ചാറും കൂടെ കേട്ടാ. ഒന്നിനൊരു കുറവ് വരുത്തിയിട്ടാ. അതുകൊണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് നല്ല പാങ്ങിൽ എന്താക്കി ചൂടോട് കൂടിയിട്ട് അവിടെ തന്നെ ദമ്മൂട്ടിച്ചോണ്ടല്ല നല്ല ഫീൽ ഉണ്ടായിരുന്നു. നല്ല ഒരുപാട് ഡാൻസ് കളിച്ച തുള്ളിയ ക്ഷീണത്തില് കൂടി വരുമ്പോ കിട്ടില്ല. മമ്മൽച്ചാനോട് സമ്മതിക്കണം, അമ്മാതിരി ബിരിയാണി ആയിരുന്നു. കുക്കുടാച്ചി ബിരിയാണി ഒരു രക്ഷയില്ല. അറേബ്യൻ രാജ്യങ്ങളിലെ എന്താ പറയല സൗദിയുടെ സ്വന്തം ബിരിയാണിയാന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മമ്മൽച്ചാന്റെ ബിരിയാണിക്ക് എന്താ പറയാ ഫാൻ ബേസ് അധികം ഇവിടെ ഒന്നും പറയാനില്ല. എല്ലാവരും അംഗീകരിച്ചൊരു ബിരിയാണിയാണ് മമ്മൽച്ചാന്റെ. നല്ല അടിപൊളി മസാലയും അധികം എണ്ണ ഉണ്ടാവില്ല. മെയിൻ അതാണ് അത്ഭുതം. എണ്ണ കുറച്ചിട്ടില്ല, നല്ലൊരു അടിപൊളി ബിരിയാണി. നൈസ് ബ്രോ, നമുക്ക് ടേസ്റ്റ് നോക്കിയാലോ എന്നാല്. നമുക്കെന്നാ കഴിക്കാം. എന്നാ പിന്നെ നമുക്ക് കഴിച്ചു നോക്കാം അല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചിക്കൻ അങ്ങ് കടിച്ച് കീറലുണ്ട്, ഒന്നും നോക്കണ്ട. നല്ല ദമ്മ് ചിക്കൻ. ഞാനും കൂടി നോക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുറച്ച് തൈരും കൂട്ടിയിട്ട് സൂപ്പർ നാടൻ അച്ചാറും കൂടിയിട്ട് ഇത് തന്നെയല്ലേ. നമുക്ക് ഇനിയിപ്പോ എല്ലാം വയറ് പറഞ്ഞില്ലേ, കുറച്ചൊരു റിലാക്സേഷൻ എടുത്തിട്ട് വീണ്ടും എന്റർടൈൻമെന്റ് കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ. വന്തെത്തിയാനോട് പാടിയാ പരിപാടിയിൽ നല്ല രീതിയിൽ കഴിഞ്ഞു. അപ്പൊ ഇവിടെ പരിപാടി നടത്തുന്നവരോട് പറഞ്ഞത് പോകുമ്പോൾ എല്ലാം മൊത്തം ക്ലീൻ ആക്കിട്ട് പോകണം കേട്ടോ. അല്ലെ സുബ്ര എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ക്ലീൻ ആക്കി പോകണം. എനിക്ക് പറയാനുള്ള വിചാരിച്ചാൽ നിങ്ങളും നിങ്ങളെ ഫാമിലി ആയിട്ട് ഇങ്ങനെ ഭക്ഷണങ്ങളാക്കിയിട്ട് കുട്ടികളൊപ്പം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കണേ. അപ്പൊ ഇൻഷാല്ലാ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇറ്റ്സ് ബീൻ ലൂം ബൈ കാൽ 14. ബൈ ബൈ.